സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്ന ഒരു ഡോക്ടറുടെ കുറിപ്പടിയുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നുമല്ല. മധ്യപ്രദേശിൽ ശരീരവേദനയുമായി എത്തിയ 46-കാരനായ രോഗിക്കാണ് കുറിപ്പടി കൊടുത്തത്. ഒരു ഫാർമസിസ്റ്റിനും ആ മരുന്ന് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. എന്താണ് സംഭവം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അഞ്ജന സുകുമാരൻ നമുക്ക് പറഞ്ഞുതരും. അഞ്ജന, ഇതിപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഒരു ഫാർമസിസ്റ്റും ഇതുവരെ ആ മരുന്നുകൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായിരിക്കും ആ കൈയക്ഷരം. അതുപോട്ടെ, നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ട് പോയിട്ടുള്ളതാ. പക്ഷെ ഇതിനു മുമ്പ് ഇയാൾ എഴുതി കൊടുത്ത ഈ രോഗികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പൂജ, ദൃശ്യങ്ങൾ കണ്ടിട്ട് പലർക്കും സംശയം തോന്നും ഏതെങ്കിലും ഒരു കുട്ടി കുത്തിക്കുറിച്ചതാണോ ഈ പേപ്പറിൽ നിന്നുള്ളതൊക്കെ. പക്ഷെ അല്ല, യഥാർത്ഥത്തിൽ ഇതൊരു ചികിത്സയ്ക്ക് ആയി എത്തിയ ഒരു രോഗിക്ക് ഡോക്ടർ കൊടുത്തിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷനാണ്. 2 ദിവസം മുന്നേ മധ്യപ്രദേശിലാണ് ഈ ഒരു വിചിത്രമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ സെപ്റ്റംബർ 4-ാം തീയതി പനിയും കടുത്ത ദേഹവേദനയുമായിട്ട് 46 വയസ്സുള്ളൊരു യുവാവ്, അദ്ദേഹത്തിന്റെ പേര് അരവിന്ദ് കുമാർ സെൻ എന്നാണ്. അദ്ദേഹം ഈ ഡോക്ടറെ കാണാൻ പോവാണ്. രോഗി കല്യാൺ എന്ന് പറഞ്ഞൊരു ആശുപത്രിയിലായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ രോഗം ഭേദമാവാൻ വേണ്ടി ഈ ഒരു ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അയാളെ കാണാൻ ചെല്ലുകയാണ്. പക്ഷെ ഗതികേടെന്ന് പറയണം, ആ ഡോക്ടർ എഴുതി കൊടുത്ത ഒരു പ്രിസ്ക്രിപ്ഷൻ ഇന്നേ വരെ ഒരു ഫാർമസിസ്റ്റിനും വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പനി എന്താ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കണം. അതിന് മുന്നേ ഇദ്ദേഹം ഏതൊക്കെ രോഗികൾക്ക് ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടോ അവരുടെയൊക്കെ ഗതി എന്തായെന്നും അറിയില്ല. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പോസ്റ്റ് ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. അത് വൈറലായതിന് പിന്നാലെ ഈ ഒരു കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മധ്യപ്രദേശിലുള്ള ചീഫ് ഹെൽത്ത് ഓഫീസറെ ഈ ഒരു ഡോക്ടർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്, ഇതിൽ വിശദീകരണം തേടിക്കൊണ്ട്. ഏതായാലും ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായല്ലോ. അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ ഈ ഒരു പോസ്റ്റിന് പിന്നാലെ വലിയ ചർച്ച ഉണ്ടാക്കുന്നുണ്ട്. കാര്യം റിട്ടൺ ആയിട്ടുള്ള ഹാൻഡ് റിട്ടൺ എന്തിനാണ് ഇത്തരത്തിലുള്ള രോഗികൾക്ക് ഡോക്ടർമാർ നൽകുന്നത്? പ്രിന്റഡ് വേർഷൻ നൽകാനുള്ളൊരു അവസരമുള്ളപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ഇങ്ങനെ നൽകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, മുൻപ് ഇതുപോലെ ഡോക്ടർമാർ നൽകുന്ന പ്രിസ്ക്രിപ്ഷൻ രോഗികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഹാൻഡ് റിട്ടൺ മാറ്റി അത് പ്രിന്റഡ് വേർഷനിൽ നൽകണമെന്ന് കോടതി വരെ ഉന്നയിച്ച ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു കുറിപ്പടി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും.